Okay. 3, 2, 1. 3, 2, 1, start. Hello guys. Hello guys. ഞങ്ങളുടെ ഫ്രിഡ്ജ് കാണൂലേ? കാണടാ കാണടാ ഫ്രിഡ്ജ് എന്റെ എപ്പോഴും കെട്ടിടതറ ഇത് അത് അളിയ അളി ചേട്ടൻ ജോലി ഹലോ ഗൈസ്. അപ്പൊ നമ്മളിന്ന് ചിറ്റയുടെ ഹൗസ് വാമിംഗ് ആണ്. ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനോവേറ്റ് ചെയ്ത വീടിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറയാൻ പറ്റില്ല. വീട് വെഞ്ചിരിപ്പ്, അതായത് അടുക്കള പുതുക്കിപ്പണത്, പിന്നെ രൂപക്കൂടൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ വീടൊന്ന് വെഞ്ചിരിക്കണല്ലോ. ഏത് അത് പുതിയ അടുക്കള കിട്ടിയ സന്തോഷത്തിലാണ്. ഓർത്തഡോക്സ് ഫാമിലി. അപ്പോ പുതിയ അടുക്കള കിട്ടുന്നത് ഈ അക്കുവിന്റെ കുക്കിംഗ് വീഡിയോസ് വരാൻ പോണത് അല്ലേ? അതുപോലെ കുക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അത് കഴിക്കാനുള്ള ബിരിയാണി അത് ഞങ്ങളുടെ സ്പെഷ്യൽ ഷാജിക്കയുടെ കോഹിനൂർ സ്പൈസസിന്റെ സ്പെഷ്യൽ ബിരിയാണി. സലാഡ്, സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ, ഇതില് ബിരിയാണി, ബിരിയാണി, പൈനാപ്പിൾ അച്ചാർ. അച്ചാർ കണ്ടില്ലോ? അച്ചാർ. ഓക്കെ. അവൻ ഇതാണ് ഞങ്ങൾ പുതുക്കി പണിത കിച്ചൺ. ഇത് ഇന്നത്തെ അക്കുന്റെ വർക്ക്, സ്പെഷ്യൽ വർക്ക്. അക്കുവിന്റെ സ്റ്റിക്കറിംഗ് വർക്കായിരുന്നു അത്. സ്റ്റിക്കർ ഇട്ടത് ഞങ്ങളുടെ ഫ്രിഡ്ജ് കാണൂ. ഇതുമ്മേ ഒരെണ്ണം അക്കു ഇതും തന്നെ കാണാൻ ഞങ്ങള് സെറ്റപ്പ് ആണ്. ഇതിങ്ങനെ പിടിച്ച് മേത്തേക്കാക്കാൻ പറ്റില്ലേ? കണ്ടോ ഞങ്ങളുടെ ഫ്രിഡ്ജ് കാണൂലേ? കാണടാ കാണടാ ഫ്രിഡ്ജ് കണ്ടോ? ഈ കാണട ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫ്രിഡ്ജില് എന്റെ അമ്മയുടെ ABC ജ്യൂസിന്റെ ഫലകൃതങ്ങളാണ് ഇതൊക്കെ. കണ്ടാൽ മനസ്സിലാവും. പല ഷേപ്പിലുണ്ട്. കണ്ടു. ഇതാണ് ഈ കിച്ചന്റെ ഓണർ. കിച്ചന്റെ ബാക്കി മിമു, അവൻ ഞങ്ങളുടെ മിമു ബേബി. ബേബിനൊന്ന് കണ്ടു വെക്കണം. സാധനങ്ങളൊക്കെ താഴെ. മിമു ഹലോ ഗൈസ് പറഞ്ഞേ. അത് നോക്കി പറയും. ഹലോ ഗൈസ് പറയും. നമ്മളെ എവിടേക്ക് വന്നാണ്? ഭക്ഷണം കഴിക്കാനാണ്. നമ്മളെവിടേക്ക് വന്നാണ്? എന്റെ എപ്പോഴും കെട്ടിടതറ. വലിയ അക്കുമ്പോൾ അതൊക്കെ പറഞ്ഞോ? ഞാൻ വലിയ ആളാന്ന് പറഞ്ഞതാ. മാറ്റാനിരിക്കായിരുന്നു, അയാള് വന്നില്ല. ഇതടിപൊളിയില്ലേ? പച്ചപ്പൂ ഹരിതവും കൂടിയതാ. കിണർ. കുമാരി എഗ്നറൂസ്. ഇത് ED കണ്ടോ? ഇവരുടെ മനസമ്മതത്തിന് എടുത്ത ഫോട്ടോയാണിത്. ED ഞാൻ പറയല്ലേ, മനസമ്മതത്തിന് എടുത്ത ഫോട്ടോയാണ്. വേറെ ഫോട്ടോ കാണിച്ചു. അയ്യോ, പപ്പയുടെ പള്ളിപ്പെരുന്നാൾ കണ്ടേ ഗൈസ്? ഇത് പപ്പയുടെ പള്ളിപ്പെരുന്നാൾ സ്വിച്ച് ഓൺ സെറമണിയാണ് നടക്കാൻ പോകുന്നത്. 1
നിക്കണ ഒരാള്. വീണ്ടും അവരുടെ മനസ്സമ്മത്തിനുണ്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ആ അത് നിങ്ങളുടെ പ്രസൻസ് വല്ലാണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് മിമ്മ. അയ്യോ അതാണ് ഇത്. അതാരാണാവോ? അതെ ഏത് കളറത്? കണ്ടോ വീണ്ടും എന്റെ സൽഗുണ പ്രവൃത്തികൾ. വീണ്ടും എന്റെ സൽഗുണ പ്രവൃത്തികൾ ഇരിക്കുന്നു ഞാൻ. വീണ്ടും എന്റെ സൽഗുണ അത് അവിടെ എന്റെ ചേട്ടനും ചേച്ചി ഇരിപ്പുണ്ട്. വീണ്ടും ഞാൻ വീണ്ടും ഞാൻ വീണ്ടും ഞാൻ അത് മമ്മിയാണ്. വീണ്ടും ഞാൻ അവിടേക്ക് ഞാനാ. വീണ്ടും ഞാൻ വീണ്ടും ഞാൻ വീണ്ടും ഞാൻ. എന്താ എന്നെ തട്ടിട്ട് കുടുംബം നടക്കാൻ പറ്റില്ല. പറ്റിക്കാനാണോ? അലക്സ് കൊച്ചാപ്പനെ പറ്റിക്കാനാ? അല്ലെങ്കിൽ വേണ്ട, പറ്റിക്കണ്ട. കൊച്ചാപ്പ ശ്രുതി കൊത്തോളോട്ടാ. ഇനി ഇതായിരിക്കും നമ്മുടെ മെയിൻ സ്പോട്ട് അല്ലേ? അവരോട് പറഞ്ഞ ചെല്ലടി ചെല്ല. അത് പറയാനാണോ നീ ഇങ്ങനെ നിൽക്കണേ? ഇവിടെ വന്ന മീമൂനൊരു അപ്പിടൽ പരിപാടി ഉണ്ട്. ഇവിടെ വന്ന മീമൂന് പള്ളിക്കുന്നിട്ട് വന്ന മീമൂനൊരു അപ്പിടൽ അല്ലേ? അത് ഞങ്ങൾക്ക് നിബന്ധ. ഇന്നലെ എൻ്റെ വ്ളോഗാ. ഹായ് പറ വ്ളോഗിനോട്. ഹായ് പറടാ. എൻ്റെ അനിയന്മാരാണ് അനിയന്മാർ. മുടികേടായ കുഞ്ഞനിയൻ. എനിക്ക് ഭയങ്കര മൂടാണല്ലോ. ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപങ്ങളെ അങ്ങയുടെ മഹത്വമായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപത്തെയും ഈ രൂപത്തെയും ഞങ്ങളുടെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ശിഹായുടെ ഓർമ്മ ഞങ്ങളിലെന്നും നിലനിർത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപങ്ങളോട് ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കും. ജീവിതത്തിൽ മറ്റു ക്ലേശങ്ങളും പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹം നൽകിയതിനെ കാത്തു രക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കുടുംബ പ്രതിഷ്ഠ, ഈശോയുടെ തിരുഹൃദയം, ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളെ ആശ്വാസം നൽകുകയും ഞങ്ങളെല്ലാവരും താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടുനിന്നവർ ഇയാൾ ഒരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നല്ലോ എന്ന് പുച്ഛഭാവത്തിൽ സംസാരിച്ചു. സഖ്യവൂസ് അതൊന്നും ഗവനിക്കാതെ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ എപ്പോഴും എന്നേക്കും. ആമേൻ. അവിടെ വെച്ചോ. ഇറങ്ങായിരുന്നില്ലേ തളച്ചിട്ടുണ്ടോ? എന്നിട്ട് നിന്റെ വിഷമം നാളെ മുടക്ക് വേണം. പഠിക്കാന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കില്ല. ആണോടാ? അല്ലല്ല, എന്റെ പല്ലിയണിക്ക് വെക്കുക, അത് ഹൈലൈറ്റ്. അല്ല, തൊട്ടോക്കണു. എന്നെ കാണില്ല. എന്നെ കൂടെ എടുക്കണട്ടാ. കൈയടിച്ചോ? ഇത് ജോലി ഇതിന് അമ്മയുടെ മരുന്നെടുത്തിട്ട് ജോലി
ഷാജിക്കയുടെ കോഹിനൂർ സ്പൈസസ് ആണോ സ്പൈസി ആണോ സ്പൈസി നമുക്ക് തിന്നാനറിയുള്ളൂ, പേരറിയില്ല. ഇക്കാട ബിരിയാണി, ഷാജിക്കയുടെ യമ്മി ബിരിയാണി. കോഹിനൂർ സ്പൈസി ആണെങ്കിലും വലിയ എരിവൊന്നുമില്ല കേട്ടോ. ചിക്കൻ കറിക്ക് എരിവില്ല. ജ്യൂസി ചിക്കൻ. പിന്നെന്തായിരുന്നു? പിന്നെ ഇവിടെ സലാസ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അച്ചാറുണ്ട്. ഇതെന്തൊരു ചോറും. ഇവിടെ ഞങ്ങൾക്ക് പാല് തിളപ്പിച്ചത് കിട്ടിയില്ലടി, ഞങ്ങൾക്ക് താടി. ഒരു ഗ്ലാസ്സിലും മതി എനിക്കും ചേട്ടനും. അത് സാരല്ല, ഞങ്ങൾ ഇപ്പോഴും എല്ലാം പകുതി പകുതി കഴിക്കും. പക്ഷെ ബിരിയാണി രണ്ടല്ലേ കഴിക്കും. എടി ഒരു ഗ്ലാസ് മതി. എടി ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണം എങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു നോക്കിയേ, പറയാൻ പറ്റില്ല. ഇത് മതി, അതവിടെ വെച്ചോ. ഒരു ഗ്ലാസ് മതി. ഞങ്ങൾ അളിയന്റെ ചെരുപ്പ് എനിക്ക് അറിഞ്ഞൂടാ. ഹേ അതിൽ എക്സ്പെക്ട് ചെയ്ത് വന്ന പോലെ ചമ്മി നറി. ഹായ് ഗൈസ്, നമ്മളെ അളിയൻ പറ്റിച്ച് മിമ്മൂനെയും കൊണ്ട് സെൻറ്ററിലേക്ക് എന്തോ മേടിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ചെക്ക് ദാറ്റ് ഔട്ട്. അവിടെ ഇല്ലേ, അവിടെ കടയ്ക്ക് പോയി കാണും ഗൈസ്. അതാ ഗൈസ് സെമിത്തേരി ഗൈസ്. ദുഷ്ടദേവതയും നല്ല ദേവതമാരും അതിന്റെ സെമിത്തേരിയുടെ ഉള്ളിൽ. ഞാൻ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിണ്ട്. വെള്ളം എടുത്തിട്ട് വാ. വെള്ളം എടുത്തോ. മതി 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 മതി. അപ്പോ ഞങ്ങൾ പോവാണ് ഗൈസ്. ബൈ ബൈ ബൈ. ഓ ഓ ഓ അമ്മേനെ നോക്കണേ ഇടക്കണ്ടിട്ടിട്ട്. ലില്ലിയമ്മയ്ക്ക് ഉമ്മയില്ലേ? അവിടെ അവിടെ ഊരണ്ട, സൈഡില് കൊടുക്ക്, സൈഡില് സൈഡില് കവിളത്ത് കൊടുക്ക്, കവിളത്ത്. അപ്പോ നമ്മുടെ വീഡിയോ ചെറിയൊരു പരിക്കോട് കൂടി അവസാനിച്ചു. അതെ, ചോര കണ്ട് അവസാനിച്ചു. മിമ്മിന്റെ കമ്മല്, നമ്മുടെ അല്ല മിമ്മിന്റെ കമ്മല് ഇതുമ്പോ കൊളുത്തി, ഇടുമ്പോ കർട്ടനുമ്പോ കൊളുത്തി. ചോര വന്ന ആൾക്ക് വേദന എടുത്ത് കരഞ്ഞു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മുന്നോട്ട് പോയി. പാവം എൻ്റെ കൊച്ചു. അങ്ങനെ നമ്മുടെ തിരിച്ച് വീട്ടിലെത്തി. ഇനി കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പം അത്ര മീമും ഒക്കെയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു. നീ നോക്കാൻ നിൽക്കണം എൻ്റെ. അപ്പോൾ എന്താ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പറഞ്ഞ പോലെ. അപ്പോൾ ബൈ ബൈ. ഓ